മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയമേറിയ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സഭായോഗത്തിന്റെ നടുവിൽ കർത്താവേ, അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ വലുവനായ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഈ സങ്കീർത്തനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അവിടെ നിന്ന് ഹല്ലേലൂയ കർത്താവ് ഇതിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങളെ ഹല്ലേലൂയ രാത്രികാലം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഹല്ലേലൂയ കർത്താവ് വിവേചിച്ച് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനും സകലർക്കും എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നതായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 94-ാമത്തെ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. എല്ലാം അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. എങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഈ പുസ്തകം ആരെഴുതി എന്ന്, ഈ പാട്ട് ആരെഴുതി എന്ന് വ്യക്തമല്ല. എങ്കിലും 90 തുടങ്ങിയുള്ള സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ മോശയുടെ സങ്കീർത്തനം ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന്റെ ആംഗ്യ ഭാഷയും അവതരണ രീതിയൊക്കെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മോശയുടേതായിട്ടുള്ള ഒരു രചനാ സൃഷ്ടിയാണെന്ന് പ്രൈസ് ദി ലോർഡ് പണ്ഡിതന്മാർ അതിനെ പറയുന്നുണ്ട്. എങ്കിലും പ്രൈസ് ദി ലോർഡ്, അതൊന്നും നമുക്കിവിടെ വിഷയമല്ല. ഹല്ലേലൂയ. നമ്മുടെ ബലവാനായ ദൈവത്തെ ഹല്ലേലൂയ ബലത്തോടെ പ്രൈസ് ദി ലോർഡ്, സന്തോഷത്തോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമായതിനാൽ ഇന്ന് രാത്രി അതെടുത്ത് പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമക്കളാകുന്ന നമുക്കൊരുക്കിയ മകൾ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രകാശിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ മോശയുടെ ജീവിതം നോക്കാമെങ്കിൽ ഹല്ലേലൂയ മോശയുടെ ജീവിതത്തോടനുബന്ധിച്ച് ഈ വാക്യം നമുക്ക് ചേർത്ത് വായിക്കുന്നതാണ് ഉചിതം. ഹല്ലേലൂയ. കാരണം മോശയായ ദൈവ പൈതലിനെ ദൈവം എങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്ന് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. അതല്ല നമുക്ക് പ്രൈസ് ദി ലോർഡ് മോശയുടെ ചരിത്രമെടുത്ത് പഠിക്കുമ്പോൾ തന്നെ മോശയെ ദൈവം സംരക്ഷിച്ച വിധങ്ങളെ നമുക്ക് ഒരുപാടെടുത്ത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവം മോശയെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, ദൈവം മോശയെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കഴിവില്ലാത്ത പലതും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഞാൻ ചെയ്തെടുക്കും, ഇതെന്നിലൂടെ ഞാൻ എങ്ങനെ നിവർത്തിച്ചെടുക്കും എന്നുള്ളതായ ചില ചിന്താഗതികൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും സ്നേഹിച്ചിട്ടുള്ള ഒരു ദൈവത്തെ മോശ കണ്ടിട്ടുണ്ട്. തന്നെ കരങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അപകടം നിറഞ്ഞ വേളകളിലൊക്കെയും തൻ ശൈശവത്തിൽ തന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവനെ രക്ഷിച്ച ദൈവത്തെ അവൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ തന്റെ വലിയ ഒരു ജീവിതം താൻ ആരംഭിക്കുമ്പോൾ, ഒരു വലിയ ദൗത്യം താൻ ഏറ്റെടുക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ ദൈവ പൈതലിനെ സംരക്ഷിച്ചിടത്തോളം അവനെ എങ്ങനെയൊക്കെ ദൈവം അവനെ സംരക്ഷിച്ചു എന്നുള്ളത് പ്രൈസ് ദി ലോർഡ് മോശ കണ്ടറിയുവാനായിട്ട് ഇടയായി. ആമേൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ താൻ വിടുവിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി മോശയെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ മോശ വിചാരിച്ചു ഫറവോൻ അഥവാ വിട്ടില്ല എങ്കിൽ താൻ എങ്ങനെയാണ് ഈ കാര്യം ചെയ്തെടുക്കുക എന്ന്. ഹല്ലേലൂയ. മാനുഷിക ചിന്താഗതിയിൽ നമ്മൾ പലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളെ നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ ഒന്നും കഴിയാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഈ വചനത്തിൽ നിന്നും നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ ദൈവം ഉളവാക്കിയ ഈ ഭൂമിയെ തന്നെ തന്റെ പ്രതികാര വസ്തുവാക്കി മാറ്റിക്കൊണ്ട് ദൈവ പൈതലിന് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. മോശ തന്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അതിനുള്ളതായിട്ടുള്ള ഒരു കഴിവും ഇല്ല എങ്കിൽ പോലും ദൈവം സൃഷ്ടിച്ച പ്രകൃതിയെ പ്രതികാരത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെ സാധ്യമായി തീരും? ഒരു തവള വിചാരിച്ചാൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രതികാരം ചെയ്യുവാൻ കഴിയുമോ? കേവലം ഒരു തവള പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് വിചാരിച്ചാൽ ദൈവത്തിനെതിരായി നിൽക്കുന്ന ഫറവോന്റെ മനസ്സിനെ മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നടക്കുമോ മാനുഷിക ദൃഷ്ടിയിൽ? ഹല്ലേലൂയ. എന്നാൽ മിസ്രയീമിലെ സകല തവളകളും ചത്തുപോയപ്പോൾ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പ്രകൃതിയെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം പ്രതികാരം ചെയ്തു തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ഹല്ലേലൂയ നമ്മുടെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും വരുന്ന പ്രശ്നങ്ങളെ ഹല്ലേലൂയ നാം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഹല്ലേലൂയ നാം പ്രതീക്ഷിക്കാത്തതിലൂടെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തന്റെ പ്രതികാരം അയച്ച് പ്രൈസ് ദി ലോർഡ് ജനത്തെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഒരു പനി മാറ്റുന്ന ഒരു ദൈവമായിട്ടോ, അല്ലെങ്കിൽ ഒരു തലവേദന നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്ന ഒരു ദൈവമായിട്ടോ,
ഒരു ജോലിയില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് സഹായം നമ്മൾ അപേക്ഷിക്കുമ്പോൾ അത് നൽകി തരുന്ന ഒരു ദൈവമായിട്ടോ വളരെ ചെറുതായിട്ട് നാം ദൈവത്തെ കാണാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയുന്നു പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവം ഹല്ലേലൂയ അവൻ പ്രതികാരത്തിന്റെ ദൈവം കൂടെയാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെതിരായി ഒരു ശത്രു ഒരുക്കുന്ന ബന്ധനങ്ങളെ തകർത്ത് അവന്റെ വിടുവിച്ച് പ്രൈസ് അവനെ വിടുവിച്ച് ഹല്ലേലൂയ ശത്രുവിനെതിരായി പടവെട്ടി അവനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമുക്ക് അത് അറിയാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശക്തിയെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അറിയുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. സാധിക്കുന്നില്ല. ദൈവം പറയുന്നു ഹല്ലേലൂയ യുദ്ധം എനിക്കുള്ളത്, പ്രതികാരം എനിക്കുള്ളത്. ഹല്ലേലൂയ. നമ്മൾ പ്രതികാരം ചെയ്യുവാനായിട്ട് ഇറങ്ങണ്ട. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം പ്രതികാരകനായി ഹല്ലേലൂയ ഒരു ദൈവപൈതലിന് വേണ്ടി ഇറങ്ങി വരും. പലപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ മോശയെ പറഞ്ഞയക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഏറ്റെടുത്ത ഹല്ലേലൂയ 10 ബാധകൾ അയച്ചുവല്ലോ. ഹല്ലേലൂയ. നോക്കണേ, ഈ സൃഷ്ടിയിൽ നിന്ന് തന്നെ തന്റെ സൃഷ്ടി ചരാചരങ്ങളെ കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം പ്രതികാരം ചെയ്യുവാനായിട്ട് ഹല്ലേലൂയ ഉപയോഗിക്കുവാനായിട്ട് ഹല്ലേലൂയ മറ്റൊരു ശക്തിയെയും സ്വർഗ്ഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തില്ല. സ്വർഗ്ഗത്തിന് അത് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കാണുക പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മുടേതായിട്ടുള്ള അവസ്ഥകൾ കൊണ്ട് തന്നെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ വിടുവിച്ചെടുക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമുക്കിപ്പോ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ അവൻ നമ്മെ വിടുവിച്ചെടുക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പോകേണ്ട. നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ദൈവം ഇറങ്ങി വരുവാൻ സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ ഭൂമിയുടെ ന്യായാധിപതി അവൻ എഴുന്നേൽക്കണമേ, ദമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവേ ദുഷ്ടന്മാർ എത്രത്തോളം ഹോഷിച്ചുല്ലസിക്കും. ഇങ്ങനെ പറഞ്ഞു പ്രൈസ് ദി ലോർഡ് കുറെ കാര്യങ്ങളൊക്കെ ഹല്ലേലൂയ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവരൊക്കെയാണെങ്കിൽ ഹല്ലേലൂയ ചെയ്യുന്നത് ദൈവം കാണുന്നില്ലെന്നാ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ എഴുത്തുകാരൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് ഇവർ നിരൂപിക്കുന്നു. ഹല്ലേലൂയ. ഇവർ ചെയ്യുന്നതൊക്കെ ഇവരെതിരെ ദൈവപൈതലിനെതിരായി നിൽക്കുന്ന അവസ്ഥയൊക്കെയും മനുഷ്യൻ കാണുന്നില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് ഹല്ലേലൂയ ഈ രചനാകർത്താവ് തരുന്നു. ഇതെല്ലാം എന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മോശയ്ക്ക് നേരിട്ട് അനർത്ഥം, ദാവീദിന് നേരിട്ട് അനർത്ഥം. ഹല്ലേലൂയ. എത്രകാലം ഭക്തന്മാർക്ക് നേരിട്ട് അനർത്ഥങ്ങളൊക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം കണ്ടുകൊണ്ട് മൗനമായിരിക്കത്തില്ല. ചങ്ങലകളെ അഴിച്ച് അവൻ വിടുവിച്ച് കാരാഗ്രഹത്തിന്റെ നിന്ന് പുറത്തെടുക്കുക. സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ ശക്തനത്രേ. ഓ ഹല്ലേലൂയ. അവിടെ പറയുന്നു ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ ഉണ്ടാക്കിയവൻ കാണുകയില്ലയോ. ഹല്ലേലൂയ. ഓ ശമനാധികാരകക്ഷാനന്ദ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു മൂർത്തിഭാവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്കിങ്ങനെ വിശ്വസിക്കാൻ, പ്രതിസന്ധികളിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എതിരായി ഹല്ലേലൂയ എഴുന്നേൽക്കുന്ന ശത്രു പ്രൈസ് ദി ലോർഡ് നമ്മുടെ ഇടത്ത് നിൽക്കുന്നതോ വലത്ത് നിൽക്കുന്നതോ ഹല്ലേലൂയ സഹോദരങ്ങളോ സഹോദരിമാരോ അല്ല. നമുക്കെതിരായി ഹല്ലേലൂയ എഴുന്നേൽക്കുന്ന ദുഷ്ട പൈശാചിക തന്ത്രങ്ങൾ ഹല്ലേലൂയ ചിറക് പുളച്ച് ഹല്ലേലൂയ നമുക്കെതിരായി പുറത്തുവിടുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറയണം, എന്റെ ദൈവം നിന്റെ എഴുന്നേൽപ്പ് കാണുകയാണ്. ഹല്ലേലൂയ. നിന്റെ എഴുന്നേൽപ്പ് കാണുകയാണ്. ഹല്ലേലൂയ. നീ ഈ ശക്തി പ്രാപിക്കുന്നത് എന്റെ മുന്നിൽ പ്രാപിക്കുന്ന ഈ ശക്തിയെ തകർക്കുവാൻ ഹല്ലേലൂയ ഒരു ശക്തി പ്രൈസ് എന്റെ കൂടെ ഉണ്ടെന്ന് പറയുവാൻ ഈ വിശ്വാസത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിയുമോ? ഓ 2013 പ്രൈസ് നമ്മുടെ ജീവിതത്തിൽ ശത്രു കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നിർമ്മിച്ച മതിലുകളെ തകർത്ത് പ്രൈസ് 2013 സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു വലിയ വിജയം തരാൻ പോകുകയാണ്. കാരണം എന്തെന്നറിയാമോ? അവൻ പ്രതികാരം
ദൈവത്തിന്റെ ദൈവമാണ്. ഒരു ദൈവ പൈതലിനെതിരായി, ഒരു ദൈവ സഭയ്ക്കെതിരായി, ഒരു ദൈവ കുടുംബത്തിനെതിരായി എഴുന്നേറ്റ ശത്രുവിനെ തകർക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രതികാരവുമായി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവുണ്ടല്ലോ, ഉപവാസത്തിന് കുറവുണ്ടല്ലോ, ഹല്ലേലൂയ ഞാൻ ഉപവസിക്കാറില്ലല്ലോ, ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ ശക്തി എപ്രകാരമാണ് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ നീ ആലയത്തിൽ കടന്നു വന്ന് ഓ ഹല്ലേലൂയ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അതരെ യാഗമെന്ന സ്തുതി മുഴക്കുമ്പോൾ ഓ ഹല്ലേലൂയ ഓ നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ചെറുതായി ശക്തി ക്ഷയിച്ച് 2013 എന്റെ ദൈവം നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ ശക്തിയെ പ്രതികാരമായി ചെയ്യുവാൻ ഹല്ലേലൂയ അവൻ എഴുന്നേറ്റ് വരാൻ തന്നെയാണ്. എന്റെ ദൈവത്തെ കുറിക്കുകയാണ്. ഓ ഹല്ലേലൂയ നിരാശ മാറ്റി തരുന്ന, ഓ ദുഃഖം മാറ്റി തരുന്ന, ഓ ഹല്ലേലൂയ സർവ്വ ശക്തിയുള്ള ദൈവത്തിന്റെ വ്യാപാരം. ഓ നിഗമന അധികപരബലമോ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ വിശ്വസിച്ച് അവന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓ ഹല്ലേലൂയ അവന് വിശ്വസിച്ച് അവനിൽ മാത്രം പ്രത്യാശ വെച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അയക്കുന്ന പ്രതിഫലം. ഹല്ലേലൂയ നിങ്ങൾ ആരും എണീക്കേണ്ട നിന്റെ ശത്രുവിന് നേരെ. ഓ ഹല്ലേലൂയ നിനക്ക് കൊടുത്തുവിടുന്ന ശത്രുവിന് നേരെ നമ്മൾ ആരും ആയുധം സംഭരിച്ചുകൊണ്ട് എഴുന്നേൽക്കണ്ട. അവൻ പ്രതികാരകനായി ഹല്ലേലൂയ അവൻ പ്രതികാരകനായി നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഫെലിസ്ത്യരുടെ മുമ്പ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇസ്രായേലിന്റെ മുമ്പ് ഹല്ലേലൂയ ഫെലിസ്ത്യന്മാരും പ്രൈസ് ദി ലോർഡ് വെല്ലുവിളിച്ച് ഹല്ലേലൂയ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ശത്രുവിൻ കൂട്ടർക്ക് കഴിയാതെ പ്രൈസ് ദി ലോർഡ് തന്റെ ശത്രു ക്ഷയിച്ച് പ്രൈസ് ദി ലോർഡ് ഒരു ഭാഗത്ത് ഹല്ലേലൂയ നിർജീവമായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം പ്രതീക്ഷിക്കാത്ത ഒരുവനെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്ത് പ്രൈസ് ദി ലോർഡ് വിജയം കൊടുത്ത സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മുൻപിലാണ് ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നത് എന്നത്. അവൻ ദൈവബന്ധം നിന്ദിക്കുവാൻ, ഓ ഒരു ദൈവ കുടുംബത്തെ നിന്ദിക്കുവാൻ, ഒരു ദൈവസഭയെ നിന്ദിക്കുവാൻ ശത്രു എഴുന്നേൽക്കുമ്പോ സ്വർഗ്ഗത്തിലെ ദൈവം പ്രതികാരവുമായി അവൻ നമ്മുടെ മുമ്പിൽ ചെയ്യും. കാരണം എന്തെന്നറിയാമോ? നീ ദൈവത്തിനാൽ മാനിക്കപ്പെട്ടവോ, നീ ദൈവസഭ അംഗമായോ. ആയതിനാൽ അവൻ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, കൂട്ടം കൂട്ടമായി നീതിമാനെ ഹല്ലേലൂയ കൈകോർക്കുകയാണ്. ഹല്ലേലൂയ നീതിമാൻ നേരെ കൈകൊടുക്കുകയാണ്. നമ്മൾ കാണുന്നില്ലെങ്കിലും നമുക്ക് എതിരായി ഹല്ലേലൂയ ഒരു പ്രപഞ്ച ശക്തി ദുഷ്ട പൈശാചിക മണ്ഡലം ഓ ബലപ്പെട്ടു വരുമ്പോ ഓ അതിനെ തകർക്കുവോ നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രതികാരവുമായി കടന്നു വരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നു എന്ന് ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കണം. ഇതിനെയാണ് പലപ്പോഴും അദൃശ്യ ശക്തി എന്ന് നാം പറയാറുണ്ട്. അധികാരബലം ശക്തിയ ഇന്ന് രാത്രികാലം അതുകൊണ്ടാണ് ഇപ്പൊ 8 കാലം പറയും, പ്രതികാരത്തിന്റെ ദൈവമേ നീ എഴുന്നേൽക്കണമേ, പ്രതികാരത്തിന്റെ ദൈവമേ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമേ. ആർക്ക് വേണ്ടി? ഒരു ദൈവത്തിന് വേണ്ടി, ഒരു ദൈവ സഭയ്ക്ക് വേണ്ടി, ഒരു ദൈവ കുടുംബത്തിന് വേണ്ടി. ഇന്ന് രാത്രികാലം ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. 21 വാക്യം. നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു.
ഇതാരാണ് ഹല്ലേലൂയ നീതിമാനായ ദൈവം? ഹല്ലേലൂയ ഇതാരാണ് ഈ നീതിമാൻ? ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ കാണിക്കുന്നു. Praise the Lord. കുറ്റമില്ലാത്ത രക്തത്തെ ഹല്ലേലൂയ കുറ്റം ചുമത്തി പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിലെ കുറ്റക്കാരനായി ഹല്ലേലൂയ കാൽവരിയുടെ കുലക്കളത്തിൽ ജനം വരച്ചു കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കുറ്റമില്ലാത്തവന് വേണ്ടി ഹല്ലേലൂയ ഇതുപോലെ സഹിക്കുന്ന ദൈവജനമേ, ഇതുപോലെ സഹിക്കുന്ന ദൈവസഭയെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ദൈവം പ്രതികാരകനായി എഴുന്നേൽക്കാൻ പോകുന്നത്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടിയത്രേ സ്വർഗ്ഗത്തിലെ ദൈവം പ്രതികാരമായി എണീക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആരൊക്കെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നീതിമാനും എതിരായി ഉയർത്തെഴുന്നേറ്റാലും നീതിമാന് എതിരായി പ്രൈസ് ദി ലോർഡ് എണീറ്റാലും ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം ഗോപുരമായി ബലമായി ശക്തിയായി എഴുന്നേറ്റ് വരുമെന്നൊരു ഭക്തൻ പ്രത്യാശ വെക്കണം. ഹല്ലേലൂയ. അതെത്തുകയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലവുമായ എന്റെ ദൈവവുമാകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ കടന്നു വരുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ അടുത്തു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മൾ വിചാരിക്കണം ഹല്ലേലൂയ എന്റെ ദൈവം എന്റെ ശൈലവും ശരണവുമാണ്, എന്റെ ഗോപുരമാണ് പ്രൈസ് ദി ലോർഡ്, എന്റെ കോട്ടാണ് ഹല്ലേലൂയ, എന്റെ ബലമായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ ദൈവം എന്നും കണ്ടുകൊണ്ടിരിക്കത്തില്ല. എന്റെ ദൈവം ഇനി ചെയ്യുന്നതൊന്നും ഹല്ലേലൂയ എന്നും കണ്ടുകൊണ്ടിരിക്കത്തില്ല. ഒരു കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നവൻ എന്നെ തൊടുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭക്തനെ തൊടുന്നവൻ ഹല്ലേലൂയ ദൈവത്തെ തൊടുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരായി ഹല്ലേലൂയ ചടഞ്ഞുകൂടിയ ചില മണ്ഡലങ്ങൾ ഹല്ലേലൂയ അത് ഏത് മണ്ഡലങ്ങളിൽ പരാജയം സംഭവിച്ചു? ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് നീ ഇപ്പോൾ ഹല്ലേലൂയ പരാജയം നേരിട്ട് കൊണ്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് നീ ഹല്ലേലൂയ ഇപ്പോൾ ഒരു ഹല്ലേലൂയ തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ? ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹല്ലേലൂയ ഓർമ്മകളിൽ അത് വരട്ടെ. നിന്റെ മണ്ഡലം ഏതാണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തകർന്നു കിടക്കുന്ന മണ്ഡലം ഏതാണ്? ശത്രു എഴുന്നേറ്റ് പൊളിച്ച മണ്ഡലം ഏതാണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് ഓർത്തെടുത്താട്ടെ, ഇന്ന് ഓർത്തെടുത്താട്ടെ. ഹല്ലേലൂയ. കാരണം അവിടെ പ്രവർത്തിക്കുക എന്റെ ദൈവം കടന്നു വരാൻ പോകുകയാണ്, എന്റെ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. നിന്റെ തകർച്ചയെ മാറ്റുക, ആ മണ്ഡലത്തെ പണിയുക, നിനക്ക് തകർന്നു പോയെന്ന് തോന്നുന്ന മണ്ഡലത്തെ പണിയുക, ശക്തി കഴിച്ചു എന്ന് പറഞ്ഞ മണ്ഡലത്തെ പണിയുക. ഇന്ന് രാത്രികാലം പ്രതികാരമായി വരികയാണ്. എന്റെ കുഴപ്പം കൊണ്ടല്ലോ ഹല്ലേലൂയ അത് സംഭവിച്ചു എന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഒന്ന് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവ്. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ എന്റെ ദൈവം എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ പ്രതികാരത്തിന് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മുഖം പ്രകാശിച്ചു തുടങ്ങി. ഇന്ന് രാത്രി കാലം അധികാരകക്ഷ കാരണം എന്തെന്നറിയാം ശക്തമായി പ്രൈസ് ആദ്യം തന്നെ ആ വാക്യം എഴുതിയിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ എന്ന് വളരെ ഹല്ലേലൂയ ഇംപ്രസ് ചെയ്തു അത് പ്രൈസ്. കാരണം ഹല്ലേലൂയ അത് അനുഭവിച്ച ഒരു ഭക്തനായി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. തനിക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത മണ്ഡലത്തിൽ, തനിക്കൊന്നും തന്റെ ശക്തി കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയാത്ത മണ്ഡലത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഈ പ്രപഞ്ചത്തെ കൊണ്ട് പ്രതികാരം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ പല സംഗതികൾ ചിന്തിച്ച് കൂട്ടിയേക്കാം. എന്തുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ഇത് നേരിടുവാൻ കഴിയുമെന്ന്? നോ, ഹല്ലേലൂയ ഇല്ല, നടക്കത്തില്ല. ഹല്ലേലൂയ പ്രതികാരവുമായി ഹല്ലേലൂയ തന്റെ പ്രപഞ്ച സൃഷ്ടിയെ കൊണ്ടുപോലും ഹല്ലേലൂയ പ്രതികാരം ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഇടയായി തീരും. ഹല്ലേലൂയ അതിനുള്ള കഴിവ് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുവാനായിട്ട് ഓർമ്മ വരുന്നു. ഹല്ലേലൂയ സമയം പോയല്ലോ. ഹല്ലേലൂയ വചനങ്ങളാൽ ഹല്ലേലൂയ പ്രതികാരത്തിന്റെ ദൈവമേ, പ്രതികാരത്തിന്റെ ദൈവമേ എഴുന്നേൽക്കണമേ, നിന്റെ മുഖം പ്രകാശിക്കട്ടെ. ഒരു ഭക്തന് വേണ്ടി, ഒരു ഭക്തയ്ക്ക് വേണ്ടി, ഒരു ദൈവസഭയ്ക്ക് വേണ്ടി, ഒരു ദൈവദാസന് വേണ്ടി, ഒരു ദൈവസഭ കുടുംബത്തിന് വേണ്ടി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം എഴുന്നേറ്റ് പ്രതികാരം ചെയ്യുന്ന ദിവസങ്ങളായി തീരട്ടെ. ഭക്തനെയും അവന്റെ കൂട്ടരെയും ഹല്ലേലൂയ പ്രതികാര വസ്തുവാക്കി മാറ്റി വിജയം തരുന്ന നാളുകളായി ഹല്ലേലൂയ ദിവസങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ഞാനിരുന്നു.